ശത്രുവീതി കേട്ടുതെല്ലും നാടുങ്ങിടിലും ചുരച്ചെടി തണലിൽ ഞാൻ ഉറങ്ങിടിലും വന്നുണർത്തി താരും ദൂതർ കനലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിടും ദിനം ദിനമായി വന്നുണർത്തി താരും ദൂതർ കനലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിടും ദിനം ദിനമായി. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 21:8 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കാം. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും, നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചുളയെ പോലെയാക്കും. യഹോവ തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും, തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്ന് നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളെ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറംകാട്ടുമാറാക്കും, അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാണിമേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ദാവീദ് രാജാവ് തൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവം കൊടുത്തിരിക്കുന്ന സകല നന്മകളും അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സങ്കീർത്തന ഭാഗത്തെ കുറിക്കുന്നത്. ശത്രുക്കളേറെയായിരുന്നു. ദൈവത്തിൻ്റെ അഭിഷക്തൻ യഹോവയാൽ പ്രവാചകനായ ശമൂവേലിൽ കൂടി അഭിഷേക തൈലം തലയിൽ തളിക്കപ്പെട്ടവൻ. സ്തോത്രം. യഹോവയ്ക്ക് വേണ്ടി മനോഹരമായി ശുശ്രൂഷ ചെയ്തു. ശത്രുക്കൾ തുടക്കം മുതൽ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. മറ്റാരേക്കാൾ അധികമായിട്ട് ശത്രുത്വം പുലർത്തിക്കൊണ്ട് നിന്നത് തൻ്റെ അഭിഷക്തൻ തന്നെയായിരുന്നു. ശൗല നിമിത്തമുള്ള പ്രശ്നങ്ങളേറെ ഉണ്ടായിരുന്നിട്ട് ദാവീദ് രാജാവ് ശത്രുക്കൾ കാരണം എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, ശത്രുവായിരിക്കുന്ന അഭിഷക്തന് ഒരുപാട് ദോഷങ്ങളും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുമ്പിലും എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞ് ദാവീദ് രാജാവ് തളർന്നു വീണില്ല. യേശുവേ സ്തോത്രം. ശത്രുക്കളുടെ മുമ്പാകെ വളരെ മനോഹരമായിട്ട് കർത്താവ് വഴി നടത്തിയെന്ന് വേണം പറയാൻ. ഞെരുക്കങ്ങളേറെ ഉണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു, ഒരുപാട് പട്ടിണിയിരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ശത്രു നിമിത്തം ഒന്നുറങ്ങാൻ പോലും പറ്റാതെ, ശത്രുവിൻ്റെ കണ്ണ് എപ്പോഴും മറ്റൊരു വ്യക്തിയെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. അത് എങ്ങനെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കുവാൻ അവർക്ക് ഭയമില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞൊരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, ആർക്കെങ്കിലും ഒരു ദോഷം വന്നാൽ ദൈവമേ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് ഇത് ആവർത്തിക്കാതിരിക്കും. എന്നാൽ ദൈവഭയമില്ലാത്തവർ ഏത് അധികാര സ്ഥാനത്തിരിക്കുന്നവരും ആക്രമിക്കുന്നൊരു സ്വഭാവം, ശത്രുവായിട്ട് നിന്നുകൊണ്ട് തനിക്കെതിരായി നിൽക്കുന്നവനെ, ആ നീതിമാനെ എങ്ങനെയും തകർക്കുക എന്നുള്ളത് മാത്രമേ. അത് നിമിത്തം ഏറ്റവും കൂടുതൽ കഷ്ടം വഹിച്ച ഒരാൾ തന്നെയാണ് ദാവീദ് രാജാവ്. എന്നാൽ ദൈവത്തെ സ്തുതിക്കുമാർ ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തിയ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഇപ്പോഴും ചിലപ്പോൾ ശത്രുക്കൾ നിമിത്തം പുറത്തോട്ടൊന്നിറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ നന്നായിട്ട് ഒന്ന് കൈയടിച്ച് വീട്ടിലിരുന്ന് പോലും, സ്വന്തം വീട്ടിലിരുന്ന് പോലും കൈയടിച്ച് ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കാൻ പോലും പറ്റാതെ, പ്രശ്നങ്ങളെ കണ്ട് പേടിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന എത്രയോ പേര് ഇതിനകത്തുണ്ട്. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നും ദൈവം നമ്മളെ വഴി നടത്തുന്ന നന്മയോർത്താൽ കർത്താവിൻ്റെ കൃപയല്ലാതെ നമുക്കെടുത്ത് പറയാൻ എന്താ ഉള്ളത്? കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങി വരും. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്കും കർത്താവ് സ്വർഗത്തിലെ ദൂതഗണങ്ങളെ അയച്ചുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, വാളൂരി പിടിച്ചിരിക്കുന്ന ദൂതഗണങ്ങളെ ചുറ്റും നിർത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന മക്കളെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നിറയ്ക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മസത്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ എല്ലാവരും ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശത്രുക്കൾ നിമിത്തം കർത്താവെ മനസ്സും ഭാരപ്പെട്ട് ജീവിതത്തിലെ കർത്താവെ ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ച് കർത്താവെ തളർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ദാവീദ് രാജാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കൃപ ഇന്നും കർത്താവെ അനുഭവിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതിന് ഈ പ്രാർത്ഥനയിൽ ദൈവമേ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവെ, ശത്രുവിനെ മിത്രമാക്കി തീർക്കുന്ന കർത്താവെ, എല്ലാ ശത്രുത്വവും കർത്താവെ മാറ്റിക്കൊടുത്തുകൊണ്ട് പരസ്പരം എല്ലാവർക്കും ക്ഷമിച്ചും സ്നേഹിച്ചും മുമ്പോട്ട് പോകുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. അത് നിമിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യഹോവ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പറയാനിടയാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.